അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചൂടായ എണ്ണയിലേക്ക് കടുകിടണം, അതിനുശേഷം ഉലുവ ഇടണം. ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഓലക്കൊടിയും വറുത്ത എണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ ഓലക്കൊടിയും മീൻ വറുത്തെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ അങ്ങനെ അരിഞ്ഞിടാറില്ല, ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ നമുക്ക് കൂടുതൽ കിട്ടണം. അന്നേരം അത് നന്നായിട്ട് മൂപ്പിക്കണം. മൂക്ക വറുത്ത് കഴിയുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം. ഇതിവിടെ പൊടിപ്പിച്ച് വെച്ച കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ പൊടിപ്പിച്ച് വെച്ചപ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ടായിരുന്നു പൊടിച്ചത്. അതുകൊണ്ട് കൂടുതൽ എരിവ് വേണമെങ്കിൽ മറ്റേ മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ഇതിനകത്ത് എരിവുള്ളത് കൊണ്ട് രണ്ടും കൂടെ ഈ ഒരു പൊടി മാത്രമേ ഇടണുള്ളൂ. ഇതിന് കളറും കിട്ടും, എരിവും ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇച്ചിരി ഉലുവ പൊടിച്ചതാണ് കേട്ടോ, വറുത്ത് പൊടിച്ചത്, അതും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് കായംപൊടിയും കൂടെ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ഓൾറെഡി നല്ല വറന്നിരിക്കുന്നതാണ് കേട്ടോ, നന്നായിട്ട് വറുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്താണ് ഞാൻ മീൻ വറുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി അതിനകത്ത് മീനിൻ്റെ അകത്ത് നന്നായിട്ടുണ്ട്. പിന്നെ മീൻ വറുത്ത എണ്ണയിലും കുറച്ചുണ്ടല്ലോ. ഇനി നമുക്ക് വറുത്ത് വെച്ച മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം കുറച്ച് നമ്മുടെ സൗകര്യം പോലെ ചേർക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം കുറച്ച് നേരം ഇരുന്ന് അതിനകത്തിട്ട് വറ്റിച്ചാൽ മതി. ഉപ്പും പാകമാണോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് വിനാഗിരിയും കൂടെ ചേർക്കാനുണ്ട്. ആ വിനാഗിരിയും കൂടെ ചേർക്കുമ്പം ഉപ്പും വിനാഗിരിയുടെ പുളിയും എല്ലാം പാകമാണോ എന്ന് നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ തിളപ്പിക്കും. ആ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മീൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. പിന്നെ അതിലേക്ക് ഈ പുളിയും ഉപ്പും നന്നായിട്ട് പിടിക്കും. അപ്പം പിന്നെ ഒത്തിരി അങ്ങ് വറ്റിച്ചാൽ കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇച്ചിരി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് നന്നായിട്ട് കുറുകുമ്പം നമുക്ക് ഒട്ടും ചാറില്ലാതെ പോകും ഗ്രേവി. അപ്പം ഒരു കുറച്ച് അധികം അതായത് മീനിൻ്റെ നെക്കെ തന്നെ വെള്ളം അല്ലെങ്കിൽ വെള്ളവും വിനാഗിരിയും കൂടെ ഉണ്ടാവണം, നല്ലതാണ് കേട്ടോ. എന്നാലേ നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കാരണം ആ മീനിപ്പം നന്നായിട്ട് വറന്നിരിക്കുന്നതല്ലേ, അതിലേക്ക് മസാലയൊക്കെ ഉള്ളിലേക്ക് കയറണ്ടേ. ആ ഉപ്പും പുളിയൊക്കെ വന്ന് മസാലയുടെ ടേസ്റ്റും എരിവും എല്ലാം കൂടെ പിടിക്കണമെങ്കിൽ ഓലപ്പൊടി മീനാണ് അച്ചാറിടുമ്പോൾ ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നണേ കേട്ടോ. ഞാൻ കേര ഒക്കെ അച്ചാറിട്ടിട്ടുണ്ട്, പക്ഷേ കേര നല്ലതാണ് കേട്ടോ. പക്ഷേ ഓലക്കൊടിയിലാണ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം കൂടുതലുള്ളത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.